ഇരിപ്പുണ്ട് 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 പലതും ഇരിപ്പുണ്ട് പലതും ഇരിപ്പുണ്ട് 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 പലതും ഇരിപ്പുണ്ട് പലതും ഇരിപ്പുണ്ട്. ഈ പേരിൽ ഒരു ചരിത്രം ഒരുങ്ങി ഇരിപ്പുണ്ട്. ഈ പേരിൽ ഒരു സമുദായത്തിന്റെ ത്യാഗം ഇരിപ്പുണ്ട്. ഒരു നൂറ്റാണ്ട് തലമുറകളെ അക്ഷരം പഠിപ്പിച്ച കഥ ഇരിപ്പുണ്ട്. പല അധ്യാപകർക്ക് കഞ്ഞി കിട്ടിയ ചരിത്രം ഇരിപ്പുണ്ട്. സെന്റ് തോമസ് എന്ന പേരിൽ ഈ സ്കൂളിന്റെ തന്ത ആരെന്ന് ഇരിപ്പുണ്ട്. ഇരിപ്പുണ്ട് ഇരിപ്പുണ്ട് പണം ഇരിപ്പുണ്ട് ഇരിപ്പുണ്ട് പലതും ഇരിപ്പുണ്ട് പലതും ഇരിപ്പുണ്ട് 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 പലതും ഇരിപ്പുണ്ട് പലതും ഇരിപ്പുണ്ട്. ഞാൻ പറയാം, ഈ പേരിൽ ഒരു ചരിത്രം ഉറങ്ങി ഇരിപ്പുണ്ട്. ഈ പേരിൽ ഒരു സമുദായത്തിന്റെ ത്യാഗം ഇരിപ്പുണ്ട്. ഒരു നൂറ്റാണ്ട് തലമുറകളെ അക്ഷരം പഠിപ്പിച്ച കഥ ഇരിപ്പുണ്ട്. പല അധ്യാപകർക്ക് കഞ്ഞി കിട്ടിയ ചരിത്രം ഇരിപ്പുണ്ട്. സെന്റ് തോമസ് എന്ന പേരിൽ ഈ സ്കൂളിന് തന്ത ആരെന്ന് ഇരിപ്പുണ്ട്. ഇവിടെ നമുക്കെന്നും എന്നും എന്നും നെടുവീർപ്പ്, ക്രിസ്തു സ്നേഹമെന്നും എന്നും എന്നും നിർബന്ധം. ആ സ്നേഹമെന്നും എന്നെ എന്നും വിഴുങ്ങട്ടെ, വെമ്പൽ കൊണ്ടു ഞാൻ സ്വർഗമൊന്നു പൂകട്ടെ, അതിൽ സിരകളിൽ ഓടുന്ന ലഹരിയാട്ടെ. ഈശോ വളരട്ടെ, നാം കുറയട്ടെ, അങ്ങനെ നീയല്ല ഞാനല്ല ഞാനല്ല നീയല്ല, ഈശോ മാത്രം വളരട്ടെ, എന്നും എന്നും വളരട്ടെ. കാലം വഴിമാറി വന്നവൻ അവൻ, കാലചക്രം ഒന്ന് തിരുത്തിയതവൻ, കാലത്തിൽ സ്വന്തം പേർ ചേർത്തതവൻ, കാലം മുഴുവൻ നിലനിൽക്കുന്നതവൻ. കപട നാട്ടിക്കാർക്കെതിരെ ചാട്ടവാളെടുത്തു കയ്യിൽ, പ്രാകൃത പ്രമാണികൾക്ക് പതിനകർന്നകതാടിനുള്ളിൽ മൂർച്ചയുള്ള വാക്കുകളാൽ പരമസത്യം ആരെന്ന് ചങ്കുറുപ്പിൽ പറഞ്ഞു വെച്ചതവൻ. അവനാണ് യേശു. ആ യേശുവിന്റെ ശിഷ്യനായ സെന്റ് തോമസിന്റെ പേര് മാറ്റുമ്പോൾ ഞങ്ങൾ ശബ്ദം ഉയർത്തും.